ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ നമ്മുടെ ത്രൂ ദ സാൻഡി എക്സ്പാൻസ് മണലാരണത്തിലൂടെ എന്നുള്ള ചാപ്റ്ററിന് ക്രിസ്മസ് എക്സാമിന്, അതായത് ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററിന് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് എത്തിക്കട്ടെ. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വിച്ച് ഡെസേർട്ട് ഈ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലുള്ള ഡെസേർട്ട് എന്താണ്? അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തേ. ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, വാട്ട് ഡു യു മീൻ ബൈ ഡെസേർട്ട്? വിച്ച് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെസേർട്ട്? അല്ലെ, മരുഭൂമികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മരുഭൂമികളുടെ വർഗീകരണം ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് ഡെസേർട്ടിൻ്റെ ഡെഫിനിഷൻ? ഡെസേർട്ട്സ് ആർ ജനറലി ദ പ്ലേസസ് ദാറ്റ് റിസീവ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മരുഭൂമികൾ. എന്താണ് വിളിക്കുന്നത്? മരുഭൂമികൾ. The desert are generally places that receive an annual rainfall of less than 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അത് 2 എണ്ണമുണ്ട്. കോൾഡ് ഡെസേർട്ട് അഥവാ ശീത മരുഭൂമികളുണ്ട്, ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണ മരുഭൂമികളുണ്ട്. എന്താണ് കോൾഡ് ഡെസേർട്ട് അഥവാ ശീത മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ? ദ കോൾഡ് ഡെസേർട്ട് ആർ ദി പ്ലേസ് വിത്ത് പെർമനന്റ് സ്നോ കവർ വേർ വി എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. അല്ലേ, വർഷം മുഴുവൻ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന, ഇതേപോലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന നമ്മുടെ അന്റാർട്ടിക്കയുടെയും ആർട്ടിക്കിൻ്റെയൊക്കെ ഭാഗത്ത് കാണുന്ന മരുഭൂമികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോൾഡ് ഡെസേർട്ട്. അല്ലേ, ദേ ആർ ഫൗണ്ട് ഇൻ ദ പോളാർ റീജിയൻസ്, മൗണ്ടൻസ് ആൻഡ് ഹൈ പ്ലേറ്റ്യൂസ് ഓഫ് ടെമ്പററി റീജിയൻസിൽ. അപ്പോൾ പൊതുവെ ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? അന്റാർട്ടിക്കയുടെയും ആർട്ടിക്കിൻ്റെയൊക്കെ ഭാഗത്താണ് ഈ ഒരു കോൾഡ് ഡെസേർട്ട് അഥവാ ശീത മരുഭൂമികളാണ്. വളരെ തണുത്ത വെള്ള പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കോൾഡ് ഡെസേർട്ട് അഥവാ ശീത മരുഭൂമി. ഇനി ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ ഡേ ടൈം ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അല്ലേ, പകല് നല്ല ചൂടും രാത്രി വളരെ ചൂട് കുറഞ്ഞതുമായിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോട്ട് ഡെസേർട്ട് എന്ന് വിളിക്കുക. 15 to 30 ഡിഗ്രി, 15 മുതൽ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അഥവാ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ സ്ഥാനം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും താർ ഡെസേർട്ടിൽ. ഇന്ത്യയിലെ താർ ഡെസേർട്ട് എന്താണ്? ഹോട്ട് ഡെസേർട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ എന്താ ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് സഹാറ, ആഫ്രിക്കയിലെ സഹാറയും എന്താണ്? ഹോട്ട് ഡെസേർട്ടിനുള്ള ഒരു എക്സാമ്പിൾ ആട്ടോ. അപ്പോൾ ഇന്ത്യയിലെ താർ ഡെസേർട്ടിന്റെ പൊസിഷൻ മനസ്സിലാക്കി വെക്കുക, ഇവിടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആർ ദി നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്? താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണ്? 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. വിച്ച് ആർ ദി നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട്? താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ എന്താ? നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ശ്രദ്ധിക്കണേ, നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? സത്ലജ് റിവർ ബേസിൻ അഥവാ സത്ലജ് നദീതടമാണ്. ശ്രദ്ധിക്കണേ, നോർത്ത് വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? സത്ലജ് റിവർ ബേസിൻ അഥവാ സത്ലജ് നദീതടമാണ്. ഇനി എന്താണ് വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത്? ശ്രദ്ധിക്കണേ, വെസ്റ്റ് സൈഡ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാടാ? ഇൻഡസ് റിവർ ബേസിൻ അഥവാ സിന്ധു നദീതടമാണ്. ശ്രദ്ധിക്കണേ, വെസ്റ്റ് സൈഡ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാ? ഇൻഡസ് റിവർ ബേസിൻ അഥവാ സിന്ധു നദീതടമാണ്. ഈസ്റ്റ് സൈഡ് അഥവാ കിഴക്ക് ഭാഗത്ത് ആരാടാ? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിരകളാണ്. ഈസ്റ്റ് സൈഡിൽ ആരാ? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിരകളാണ്. സൗത്ത് സൈഡ് അഥവാ തെക്ക് ഭാഗത്ത് ആരാടാ? റാൻ ഓഫ് കച്ചാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്. തെക്ക് ഭാഗത്ത് ആരാണ്? റാൻ ഓഫ് കച്ച്. അപ്പോൾ ഈ ഒരു ബൗണ്ടറീസ് നിങ്ങൾ പഠിച്ചു വെക്കണം, 2 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. നോർത്ത് വെസ്റ്റ് അഥവാ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരാ? സത്ലജ് റിവർ ബേസിൻ അഥവാ സത്ലജ് നദീതടമാണ്. വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് ആരാടാ? ഇൻഡസ് റിവർ ബേസിൻ അഥവാ സിന്ധു നദീതടമാണ്. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്ത് ആരാണ്? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വതനിരകളാണ്. സൗത്ത് അഥവാ തെക്ക് ഭാഗത്തോ? റാൻ ഓഫ് കച്ച്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് താർ ഡെസേർട്ട്. താർ മരുഭൂമിയുടെ സവിശേഷതകൾ ഏതാനാ? ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുന്നത്? ഈ ഒരു പോയിന്റാ. എന്താണ്? ദ താർ ഡെസേർട്ട് ഈസ് എൻ എക്സ്പാൻസീവ് അറൈഡ് റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അല്ലേ, അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന മണൽ നിറഞ്ഞ വരണ്ട ഒരു പ്രദേശമാണ് എന്ത്? താർ ഡെസേർട്ട്. ഫസ്റ്റ് പോയിന്റ് അതായത് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താടാ? ദിസ് ഡെസേർട്ട് സ്പാൻ ഓവർ 2 lakh സ്ക്വയർ കിലോമീറ്റർ. ഇത് എത്രയാടാ? 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ വിസ്തീർണം. ഈ താർ ഡെസേർട്ടിന്റെ ആകെ ഏരിയ, ആകെ വിസ്തീർണം എത്രയാടാ? 2 lakh സ്ക്വയർ കിലോമീറ്റർ അഥവാ 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓഫ് വിച്ച്
വിച്ച് 1.75 lakh square kilometer are located in India. ഈ 2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 1.75 എവിടെയാണ്? ഇന്ത്യയിലാണ്. കുറച്ച് എവിടെയുണ്ട്? പാകിസ്ഥാനും ഉണ്ട്. ഇനി ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് താർ ഡെസേർട്ട് ഉള്ളത്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ഈ താർ ഡെസേർട്ടിന്റെ 2/3 ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ താർ ഡെസേർട്ടിന്റെ 2/3 എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആകെ ഉള്ളത് എത്രയാ? 1.75 lakh നമ്മൾ പറഞ്ഞു അല്ലേ? അതിന്റെ 2/3 എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിലെ താർ ഡെസേർട്ടിന്റെ മെജോറിറ്റി എവിടെയാണ്? രാജസ്ഥാനിലാണ്. പക്ഷെ രാജസ്ഥാനിൽ മാത്രമല്ല, പഞ്ചാബിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. എവിടെയൊക്കെയുണ്ട്? പഞ്ചാബിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഗുജറാത്തിലും എന്ത് പരന്ന് കിടക്കുന്നു? താർ ഡെസേർട്ട് പരന്ന് കിടക്കുന്നു. ഇനി പാകിസ്ഥാനിൽ ഈ താർ ഡെസേർട്ടിൽ എവിടെയൊക്കെയാണ്? പാകിസ്ഥാനിലെ 2 സ്ഥലങ്ങളാണ് ഇതൊക്കെ. പാകിസ്ഥാനിൽ ഒരു പഞ്ചാബ് ഉണ്ട് കേട്ടോ. പാകിസ്ഥാനിലെ പഞ്ചാബിലും പാകിസ്ഥാനിലെ സിന്ധുലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? താർ ഡെസേർട്ട് പരന്ന് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടി ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ഡൗട്ടുകൾ, 9ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഒരുപാട് ഉള്ളിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ nafi.eduport ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ, ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ 3 ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.